ഇരുളിൽ ഉരുൾപൊട്ടാൻ കിതയ്ക്കുമീ മൺതിട്ടിലിറുകെ പിടിച്ചേയിരിക്കണം. തരിവെളിച്ചം കാൺകിലവിടെ നങ്കൂരമായി സ്വരമേറ്റി ഉച്ചം വിളിക്കണം. ഉറക്കത്തിനിടയിൽ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ നൂറുകണക്കിന് ജീവനുകളെ കുറിച്ച് ഓർത്തായിരിക്കണം കവി അന്ന് അങ്ങനെ പാടിയത്. ഉറക്കത്തിനിടയിൽ നമ്മുടെ തലച്ചോറിനുള്ളിലും ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം മൂലം തലച്ചോറിലെ ചെറിയ രക്തക്കൊള്ളുകൾ പൊട്ടിയാണ് തലച്ചോറിൽ ഇങ്ങനെ ഗുരുതരമായ രീതിയിൽ രക്തസ്രാവം ഉണ്ടാവുന്നത്. അത് പലപ്പോഴും മരണകാരണം ആകാറുമുണ്ട്. ഉറക്കത്തിനിടയിൽ സംഭവിക്കുന്ന ഇങ്ങനെയുള്ള രക്തസ്രാവങ്ങൾ 20% പക്ഷാഘാതമാണ് എന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് ഒഴിവാക്കാം എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം 120/80 തന്നെ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. മരുന്നുകൾ കൃത്യമായി കഴിച്ച് BP-യെ നിയന്ത്രിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഉപ്പിന്റെ അളവ് 1.5 ഗ്രാമിൽ താഴെ നിർത്തേണ്ടതാണ്. നമ്മൾ സാധാരണഗതിയിൽ 1 ടീസ്പൂൺ ഉപ്പിനുള്ളിൽ 2.3 ഗ്രാമോളം സോഡിയം ക്ലോറൈഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ കുറച്ച് തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ആയാൽ നമുക്ക് തലച്ചോറിലുണ്ടാകുന്ന ഈ ഗുരുതരമായ രക്തസ്രാവങ്ങളെ ഒഴിവാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും.